സോ ഗൈസ്, നമ്മളിന്ന് അടിച്ചു മാറ്റാൻ പോകുന്നത് എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ആദ്യം തന്നെ ഞാൻ എൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് കാണിക്കാമെന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കാണിക്കാം. പുതിയ കാറ് നമ്മളെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ്. പുതിയ കാറൊന്നും പ്രത്യേകിച്ച്. സോ ഗൈസ്, നമ്മുടെ കളക്ഷൻ എന്ന് വെച്ചാൽ അതെ ഈ കാറുകളൊക്കെയാണ്. റോൾസ് റോയ്സ്, എമറാൾഡ്, സുപ്ര, ഇതേ കണ്ടു. ഇതിൻ്റെയൊക്കെ പല വേർഷൻ ഉണ്ട്. ഇതിന്നലെ ഓടിച്ച് കുറച്ച് മണ്ടത്തരം കാണിച്ച് പാർക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ മേലെ ആയിപ്പോയി എന്ന് പറയാനാണ് ഗൈസ്. അപ്പം നമ്മൾ നമ്മളെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പോവാണ്. എന്തെങ്കിലും മിഷൻ തരാൻ സാധ്യത കുറവാണ്. ഈ വട്ടം നമ്മൾ ഷിൻചാനോടൊന്നും പറയാനുള്ളത് ഒരു സർപ്രൈസാണ് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വിടാം. അവനോട് പറഞ്ഞാൽ അവൻ ഇവിടെയൊക്കെ മൊത്തം പാട്ടാക്കും. പിന്നെ പോലീസൊക്കെ വരും ഗൈസ്. കാരണം ഭയങ്കര സീനാവും. അതാണ് നമ്മൾ ഈ എപ്പോഴും ഇറക്കുമ്പോൾ ഇങ്ങനെ പോലീസ് വന്ന് ഇവനെ സ്കൂൾ ഫ്രണ്ട്സിനോട് പറയും, അവരവരുടെ പാരൻസിനോട് പറയും. പാരൻസ് അറിയാലോ ഗൈസ്, നിങ്ങളുടെ വീട്ടിലുള്ള പാരൻസ് അറിയാലോ. പാരൻസ് ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ പറയണേൻ്റെ കൂട്ടത്തിൽ അതും അങ്ങോട്ട് പറയും. ഓ എന്ത് റിച്ചാണെന്നൊക്കെ പറയും. അങ്ങനെ പോലീസ് അറിയും ഗൈസ്. അപ്പോൾ പോലീസുകാരുടെ മക്കളും പഠിക്കണമെങ്കിൽ സുഖമായി അവർക്ക്. അപ്പം നമ്മളെന്തായാലും ഡൊമിങ്കോസിനെ കിട്ടിയ മിഷൻ വലുതും പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാം. അതൊക്കെ എൻ്റെ അപ്പോഴത്തെ മൈൻഡ്. അയ്യോ ഗൈസ്, താഴെ വീണ്. എന്തിനാണ് ഞാനിങ്ങനെ താഴെ വീഴാൻ വേണ്ടിയിരിക്കുന്നത്? ഇനി എനിക്ക് വേണ്ട. സോ ഗൈസ്, നമ്മളങ്ങനെ വീഴാതെ രക്ഷപ്പെട്ടു. ഈ സിമ്പിളിന് കുറച്ച് ആഴത്തിൽ പണിതൂടെ? ഇതൊക്കെ എന്തിനാണ്? ഇതാണ് ഡൊമിങ്കോസിൻ്റെ വീട്. ആ സോഫയൊക്കെ ഉള്ളത്. ഇപ്പോഴും മേളിൽ അടയിരിപ്പാണ് ഗൈസ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. എടാ, എനിക്ക് നിന്റെ കളക്ഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. നീ ഒരു പാറ്റേണിലാണ് ചെയ്യണമെന്ന് പറയും. നീ RGBക്ക് വേണ്ടിയല്ലേ വന്നേ? എന്നാൽ പിടിച്ചോ. നിനക്കൊരു ജാക്ക് പോട്ട് ഉണ്ട്. എന്താന്ന് വെച്ചില്ലേ, ഒരു പൊട്ട മണ്ടനായ പണക്കാരനില്ലേ നമ്മുടെ കൺസ്യൂമർ സൊസൈറ്റി ഒരു RGB റോൾസ് റോയ്സും ഡയമണ്ട് റോൾസ് റോയ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഡൊമിങ്കോസ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഡൊമിങ്കോസ് പറഞ്ഞ ഇനി ഗൈസ് എല്ലാവരും തലക്ക് കൈ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഏതോ ഒരു പൊട്ട സയൻറ്റിസ്റ്റ്, ഇത് പറയാൻ മറന്നുപോയി, അത് കുഴപ്പമില്ല, പിന്നെ പറയാം. ഏതോ ഒരു പൊട്ടനായ സയൻറ്റിസ്റ്റ് എന്ന് വെച്ച് എന്താണ് ഞാനിങ്ങനെ പറയണമെന്ന് അറിയില്ല ഗൈസ്. പൊട്ടനായ പണക്കാരൻ ഡയമണ്ട് റോൾസ് റോയ്സും RGB റോൾസ് റോയ്സും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല ഗൈസ്. ഇനി ഇവിടെ ഇവർ പോണ വഴിക്ക് ഒരു പുതിയ ഷോറൂം പണിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയാണോ സംശയമുണ്ട്. നമുക്കെന്തായാലും പോണ വഴി അതൊന്ന് ജസ്റ്റ് കയറി എക്സ്പ്ലോർ ചെയ്ത് വരാം. എന്തായാലും എപ്പോഴും പോകണതാണ് ഗൈസ്. ഇത് ഈ കാണാനാണ് നമ്മുടെ ചേട്ടന് എറിയലായല്ല. കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ പുതിയ ഷോറൂം. എന്തായാലും ഇവിടെ നിന്ന് വണ്ടി എന്തായാലും ഞാൻ അടിച്ചു മാറ്റാനൊക്കെ വരും ഗൈസ്. അപ്പം നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് വരുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോറൂം. ഇത് മുകളിലേക്കൊക്കെ സ്ലൈഡ് സിസ്റ്റം. ടെക്നോളജിയാണ് ഗൈസ്. ഇവിടെയൊക്കെ ഭയങ്കര ടെക്നോളജിയാണ്. പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്. അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കെന്തായാലും ചാടി നോക്കാം. സോ ഗൈസ്, അവിടെ നിന്ന് ഇങ്ങനെ കൂടുതൽ കറങ്ങാനൊന്നും ഇല്ല ഗൈസ്. നമുക്കെന്തായാലും കംസൈറ്റിലേക്ക് വിടാം. നമ്മുടെ പറഞ്ഞ ഇതാണ്. ഇപ്പുറത്തേക്ക് കൂടെ അല്ലേ നമ്മുടെ ആ റോൾസ് റോയ്സ് കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോണ 2 സാധനങ്ങൾ ഇവിടെ ഉണ്ടോ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ ഗൈസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇറങ്ങി പോവാം. ഒട്ടും സമയം വേസ്റ്റ് ആക്കാനില്ല. കളക്ഷൻ തീർത്ത് ഷിൻചാനെ കാണിക്കേണ്ടതാണ് ഗൈസ്. അപ്പം നമുക്ക് സമയമൊന്നും വേസ്റ്റ് ചെയ്യണ്ട, പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അവിടെ കാറുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഡൊമിങ്കോസാണ് പറയുന്നത്. സോ ഗൈസ്, കാർ ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് എമറാൾഡ് ആണ്. കുഴപ്പമില്ല, എമറാൾഡ് കിട്ടിയില്ലേ. ഇതിലെനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അടുത്തതിൽ എന്തായാലും കയറാൻ പറ്റിയാൽ. സോ ഗൈസ്, ഇതിൻ്റെ ചാടി കയറാൻ നോക്കിയിട്ടൊന്നും പറ്റില്ല. എനിക്ക് തോന്നണു നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ യൂണിവേഴ്സൽ കീ മേടിക്കണമെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് എന്താ പറയാം. യൂണിവേഴ്സൽ കീ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അയാളൊരു കീ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ലോകത്തുള്ള എന്ത് സാധനം ഇത് വെച്ച് തുറക്കാം.
ഇപ്പം ഈ യൂണിവേഴ്സൽ കീ ഉപയോഗിച്ച് നമുക്ക് ഈ എന്ത് സാധനം തുറക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മളിത് പോയി അയാളുടെ നിന്ന് മേടിക്കും. തന്നില്ലെങ്കിൽ അയാളെ തട്ടിക്കളയും ഗൈസ്. അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ഭയങ്കര കില്ലാടി ഗ്യാങ്സ്റ്റേഴ്സാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് കുറേ ഉണ്ട് ഗൈസ്. ഒരു ചെറിയ ഗുണ്ടാ സംഘമൊക്കെയാണ് നമ്മൾ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ. നമ്മളെന്തായാലും ഇപ്പോൾ കാർ അടിച്ചു മാറ്റാനുള്ള ആ യൂണിവേഴ്സൽ കീ ആണ് മേടിക്കാൻ പോണത്. എന്തായാലും ഇത് ഷിൻചാനെ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞെട്ടിക്കണം ഗൈസ്. അതാണ് എൻ്റെ ഒരു വാശിയാണ് ഗൈസ്. കാരണം ഷിൻചാൻ നമ്മളെ ചലഞ്ച് ചെയ്തു ഗൈസ്. താനെ കുറേ നാളായാലും ഈ കളക്ഷൻ തുടങ്ങിയിട്ട് ആദ്യം കാർ അടിച്ചു മാറ്റൂല, ഇപ്പോൾ ഒച്ച പോലെയാണ് എന്നൊക്കെ പറയണത് ഗൈസ്. അപ്പം നമ്മൾ ഷിൻചാനെ ശരിയാക്കി കൊടുക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇന്നാളൊരു ഷോർട്സ് ഇട്ടായിരുന്നു ഷിൻചാൻ്റെ. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഷിൻചാൻ ഞാൻ ഉറങ്ങിയപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പോയി എടുത്ത ഷോർട്സാണ് ഗൈസ്. അതാണ് ആ പൊട്ടം കിടന്ന് ഇളകണമൊക്കെ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം കേട്ടോ. പിള്ളേരുടെ ഒരു ഇതാണ് ഗൈസ്, വേറെ ഒന്നുമില്ല. ഇതല്ലേ സൈനിക് സ്റ്റോർ ബ്രോ? ആ യൂണിവേഴ്സൽ കീ ഇങ്ങോട്ട് എടുത്തേ. ആ ശരി ചേട്ടാ, ഞാൻ പോവാ എന്നാ. സോ ഗൈസ്, എനിക്ക് തോന്നണം പുള്ളിക്കാരൻ എന്തോ തലക്ക് വട്ടുണ്ടെന്ന്. എന്താണ് വെറുതെ ദേഷ്യപ്പെടുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ യൂണിവേഴ്സൽ കീ കിട്ടി. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ കീ കിട്ടി. പിന്നെ അയാളായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. പിന്നെ ഇയാൾ നമ്മുടെ ഫ്രണ്ട് പോലും അല്ല, നമ്മുടെ ഡൊമിങ്കോസിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇയാളുടെ അടുത്ത് എന്ത് പറയാനാണ് ഗൈസ്. ഒരു പണി പാളിയിട്ടുണ്ട് ഗൈസ്. എന്താന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ വലിയ പിടുത്തമൊന്നുമില്ല ഇങ്ങനത്തെ വഴികളെ. അപ്പം ഞാൻ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലെ വഴി മറന്നുപോയി ഗൈസ്. കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ല, എൻ്റെ വീടിൻ്റെ വഴി എനിക്കറിയാം ഗൈസ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകണമെന്നും മറന്നുപോയി. അയ്യോ പണിപ്പാളി. എൻ്റെ മാതിരി ഡിഫൻഡർ അവിടെയാ കൊള്ളാല. ഇതാ ഇങ്ങനെ പോയാൽ നമ്മുടെ വീട്. അപ്പോൾ ഡൊമിങ്കോസിൻ്റെ വീട് ഇങ്ങനെ പോയല്ലേ. അപ്പോൾ അവിടെ ലെഫ്റ്റ് എടുത്ത കൺസൈറ്റ്. വഴി ക്ലിയറായി ഗൈസ്. ഇനി നമുക്ക് പെട്ടെന്ന് പോകാൻ. വേറെ ഒന്നും പറയാനോ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. പെട്ടെന്ന് പോയി നമ്മളെ റോൾസ് റോയ്സ് നോക്കാം ഗൈസ്. സീൻ ഇരിക്കണം. ആദ്യം തന്നെ നമുക്കത് തുറക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഇപ്പം ഇല്ല ഒക്കെ കയറാൻ പറ്റുന്നുണ്ട് ഗൈസ്. 2 കാറുകളാണ് എടുത്തുകൊണ്ട് സമയമുണ്ട്. അത് ഞാൻ ലാഗ് അടുപ്പിക്കാനുള്ള. സോ ഗൈസ്, എൻ്റെ കളക്ഷൻ ഇതുകൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി ബൈക്കിൻ്റെ കളക്ഷൻ തുടങ്ങും. ബൈക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് വരുമല്ലേ.